ബഹുമാന്യനായ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ, അതുപോലെ തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മറ്റത്തൂർ മോഡൽ എന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടിയെ വലിയ തോതിൽ ആക്ഷേപിക്കുകയാണ് ചെയ്തത്. സത്യത്തിൽ മറ്റത്തൂരിൽ പാർട്ടിയുടെ ചില അംഗങ്ങൾ ചെയ്ത തെറ്റ് അത് അവരെ ബോധ്യപ്പെടുത്തുകയും പാർട്ടി ഈ കാര്യത്തിൽ എടുക്കേണ്ട സത്വര നടപടികൾ അപ്പോൾ തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയെയും മണ്ഡലം പ്രസിഡന്റിനെയും അംഗങ്ങളെയും പാർട്ടി പുറത്താക്കിയിട്ടുള്ളതാണ്. സമാനമായ രീതിയിലാണ് ചൊവ്വന്നൂരിലും പാറളത്തും നടത്തിയത്. പാറളത്ത് കോൺഗ്രസിൻ്റെ ഒരു അംഗം പിന്നെ അവരുടെ വോട്ട് അസാധുവാക്കിയതിലൂടെ BJPയുടെ പ്രസിഡന്റ് നിലവിൽ വന്നു. ഞങ്ങൾ അറിഞ്ഞ സമയം അപ്പോൾ തന്നെ നടപടി സ്വീകരിക്കുകയുണ്ടായി. എന്നാൽ വല്ലച്ചിറയിൽ അവിടെ CPMന് 6ഉം BJPക്ക് 6ഉം കോൺഗ്രസ്സിന് 4ഉമാണ്. അവിടെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ BJPയുടെ 1ാം വാർഡ് അംഗം അനിത ശൈലേന്ദ്രൻ അവരുടെ വോട്ട് കരുതിക്കൂട്ടി അസാധുവാക്കുകയാണ് ഉണ്ടായത്. ആ അസാധുവാക്കലിലൂടെ CPMന്റെ രമാ പ്രകാശൻ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. എന്തുകൊണ്ട് ആ BJPയുടെ സഹായത്തോടു കൂടി പ്രസിഡന്റായ ആ രമാ പ്രകാശനെ രാജിവെപ്പിക്കാൻ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററും മുഖ്യമന്ത്രി പിണറായി വിജയനും തയ്യാറായില്ല? തുറന്നു പറയണം സമൂഹത്തിനോട്. അപ്പോൾ അവർ സ്വീകരിക്കുന്ന നിലപാട് ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരൻ്റെ സമീപനമാണ്. പോക്കറ്റടിച്ചു എന്ന് പറഞ്ഞ് ഓടുമ്പോൾ ഞങ്ങളിത് വിളിച്ചു പറയാൻ 3 ദിവസം നേരം വൈകിയത് ഈ പോക്കറ്റടിക്കാരൻ്റെ പിന്നാലെ ഞങ്ങളും ഓടുകയായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലായി യഥാർത്ഥ പോക്കറ്റടിക്കാർ ആരാണെന്ന്. ആ സമീപനം മാറ്റാൻ ബഹുമാന്യനായ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും പിണറായി വിജയനും തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ഒരേ കാര്യത്തിൽ ഇരട്ടത്താപ്പാണ്. കോൺഗ്രസ് അവരുടെ അംഗങ്ങൾ, ഞങ്ങൾ തുറന്നു പറഞ്ഞു, ഞങ്ങളുടെ അംഗങ്ങൾക്കാണ് തെറ്റുപറ്റിയത്. ഇത് പാർട്ടിയുടെ സമീപനമല്ല. പാർട്ടിയുടെ സമീപനം വർഗീയ കക്ഷികളായി കൂട്ടുകൂടില്ല എന്നുള്ളതാണ്. അവിടെ അത്തരത്തിലുള്ള ഒരു നീക്കം നടന്നപ്പോൾ പരസ്യമായാണ് മറ്റത്തൂരിലും ചൊവ്വന്നൂരിലും പാറളത്തും നടപടിയെടുക്കാൻ തയ്യാറായത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അവർ വ്യക്തത വരുത്തണം, സമൂഹത്തിനോട് വിളിച്ചു പറയണം. ഞങ്ങളാണ് ഇവിടെ BJPയെ പ്രതിരോധിച്ചത്. ബഹുമാന്യനായ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ തൃശ്ശൂർ പാർലമെൻറ്റ് സെക്ടറിൽ ഗുരുവായൂർ ഒഴികെ 6 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇവിടെ BJPയാണ് ലീഡ് വന്നത്. ഇന്ന് BJPയേക്കാൾ മുകളിലെത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. 30% എന്നുള്ള വോട്ട് ഷെയർ 37ലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഇന്ന് ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിലും BJPയാണ് ഞങ്ങളുടെ താഴെ. മാത്രമല്ല BJP ഭരിച്ചിരുന്ന അവണിശ്ശേരി അവരിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധിച്ചു. പാറളത്ത് ഞങ്ങളുടെ ഒരു മെമ്പർ വോട്ട് അസാധുവാക്കിയതിലൂടെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ BJPയെ പ്രതിരോധിക്കാൻ കേരളത്തിലെമ്പാടും എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തും പരസ്യമായി നിലപാടെടുക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ച ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ ശ്രീ MV ഗോവിന്ദൻ്റെയും നിലപാട് അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. തെറ്റുപറ്റിയത് അവർക്കാണ്. അവർ ആ തെറ്റ് തിരുത്താൻ തയ്യാറാകണം. ഈ മറ്റത്തൂരിലെ വിമതർ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം DCC പ്രസിഡന്റിനെ മാറ്റുക. അങ്ങനെയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാമെന്നുള്ളതാണ് KPC നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ നിലപാടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രഖ്യാപിച്ചത്. പാർട്ടിയുടെ നിലപാട് വർഗീയ കക്ഷികളുടെ വോട്ട് തേടി അധികാരത്തിൽ വന്നവർ ആ സ്ഥാനം രാജിവെക്കണമെന്നാണ്. അതാണ് ഞാൻ പ്രഖ്യാപിച്ചത്. ഒരു കാര്യം ശരിയാണല്ലോ, തെറ്റുപറ്റി എന്ന് എല്ലാവരും സമ്മതിച്ചു. ഇനി ആര് പറയണം എന്നുള്ളതാണ് അവിടെ വിഷയം. പറയട്ടെ, DCC പ്രസിഡന്റ് പറയണോ അല്ല, പറയട്ടെ DCC പ്രസിഡന്റ് പറയണോ KPCC പറയണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ അവർക്ക് തർക്കമുള്ളൂ. അത് KPCC തീരുമാനിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാകും. അങ്ങനെ ഒരു ആവശ്യം, അതായത് സ്വാഭാവികമായും പുറത്തു പോകുന്നവൻ്റെ ആവശ്യം അതാണല്ലോ. നടപടിയെടുക്കുന്നവരെ ആരെങ്കിലും ന്യായീകരിക്കുന്നത് കണ്ടിട്ടുണ്ടോ?
സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്, അതൊക്കെ ആവശ്യപ്പെടാം. എൻ്റെ പേരിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതും തിരുത്തേണ്ടതും അതിന് നടപടിയെടുക്കേണ്ടതാണ് KPCC ആണ്. ചന്ദ്രൻ BJP നേതാക്കളുമായി ചർച്ച നടത്തി എന്നത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ, ചില കാര്യങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ ഞങ്ങൾ പുറത്താക്കി. പക്ഷെ അതിന് ശേഷമാണ് ഇവർ 27-ാം തീയതി ഡേറ്റ് വെച്ച് രാജിക്കത്ത് കൊടുത്തു എന്നുള്ള രാജിക്കത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, മൊത്തത്തിൽ പരന്നത്. ഇതൊക്കെ പലതരത്തിലുള്ള സംശയങ്ങൾക്ക് ഇടവരുത്തി. പക്ഷെ ഞങ്ങൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കുകയും അതിനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പാർട്ടിയുടെ നടപടി സ്വീകരിച്ചു. ഇനി കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ നടപടികളിലേക്കാണ് ഞങ്ങൾക്ക് കടക്കാനുള്ളത്. അത് ഞങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ KPCCയുമായി കൺസൾട്ട് ചെയ്തതിനു ശേഷമാണ് ഇവർക്കെതിരായിട്ടുള്ള നടപടി DCC തീരുമാനിക്കുന്നത്. ആ നടപടി പ്രാബല്യത്തിൽ വന്നതിന് ശേഷം KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിൽ മറ്റൊരു സമാന്തര ചർച്ച നടക്കും. അങ്ങനെ സമാന്തര ചർച്ച എന്നുള്ളത് പറയരുത്. ഈ പാർട്ടി ഒരു ഹൈറാർക്കി സംവിധാനമാണ്. താഴെ ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ അവർക്ക് പരാതികളുണ്ടെങ്കിൽ മോൾത്തട്ടിലേക്ക് കൊടുക്കാം. DCC പ്രസിഡന്റിൻ്റെ ഒരു നടപടിക്കെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് അപ്രോച്ച് ചെയ്യാവുന്ന KPCC പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഇവിടെ ഒരു സൂപ്പർ DCC പ്രസിഡന്റായി പഴയ ഒരാൾ അവതരിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ചുമതലകൾ നടത്തി പോകുന്നു. അതൊക്കെ ഒരു തോന്നലുകൾ മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ചെയ്ത ഒരു നടപടിയെ അതിൻ്റെ മുകളിലത്തെ കമ്മിറ്റിയിൽ ചോദ്യം ചെയ്യുന്നത് സ്വാഭാവികമാണ്. അവരത് പോട്ടെ, അതൊക്കെ അവരുടെ റൈറ്റ് അല്ലേ. ഇന്നിപ്പോൾ എന്നോട് സംസാരിച്ച TN ചന്ദ്രൻ പറഞ്ഞത് DCC പ്രസിഡന്റിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തുകയും അവരുന്നയിച്ച വാദങ്ങളിൽ ശരിയുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് KPCC പ്രസിഡന്റ്. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു ചർച്ചയ്ക്ക് അവസരം എന്നുള്ളതാണ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം KPCC അത്തരത്തിലുള്ള ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ നയം പ്രഖ്യാപിക്കുക, അത് നടപ്പിലാക്കുക. അത് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് റോജി ജോൺ ഇന്നും വ്യക്തമാക്കേണ്ടത്. കൈൻഡ്ലി ഗോ ത്രൂ ദി ടൈംസ് ഓഫ് ഇന്ത്യ. അതിൽ പറയുന്നുണ്ട്, അതിൽ അദ്ദേഹം ആ ലേഖനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പാർട്ടിയുടെ നിലപാട് BJPയുടെ വോട്ട് കിട്ടി അല്ലെങ്കിൽ വർഗീയ പാർട്ടികളുടെ വോട്ട് കിട്ടിയാൽ അത് രാജിവെക്കണമെന്നാണ്. അത്രേ ഞാൻ ആവശ്യപ്പെട്ടത്. പറഞ്ഞിട്ടുണ്ട് BJPയുമായി അവർ ചർച്ച നടത്തിയെന്ന് തെളിയിച്ചാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ താങ്കളുടെ കാല് പിടിക്കാൻ TN ചന്ദ്രൻ തയ്യാറാണ്. അതൊക്കെ വൈകാരികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെയൊക്കെ നമുക്ക് പോകാൻ പറ്റുമോ? ഇതൊരു പാർട്ടിയല്ലേ, പാർട്ടിക്ക് അതിൻ്റെ ഒരു നയപരിപാടികളൊക്കെ അല്ലേ. എനിക്ക് അതിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു.